kaybetmeden geri aldılar. Evet, şut şansı. Ve gol. Durum eşitlemeyi başarıyorlar. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന വേറൊരു വീഡിയോ ആണ്. നമ്മളിന്ന് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ റീജിയൻ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുക. എന്തൊക്കെ റിവാർഡ് ഏതൊക്കെ റീജിയനിൽ കിട്ടുമെന്നും അതുപോലെ തന്നെ ബാൻ കിട്ടുമോ അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഞാൻ സെക്കൻഡറി ഒരു അക്കൗണ്ട് എടുത്തിട്ടാണ് ഈ റീജിയൻ മാറ്റിയിട്ട്. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ടും ഒരു സെക്കൻഡറി അക്കൗണ്ട് എടുത്തിട്ട് റീജിയൻ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സെക്കൻഡറി അക്കൗണ്ട് എൻ്റെ ഫോണിൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ലോഗിനൊക്കെ ചെയ്ത് ലോഗിൻ ചെയ്തപ്പോൾ ഒരു ഫസ്റ്റ് നമ്മുടെ കൺട്രി ചോദിച്ചു. കൺട്രിയിൽ ഞാൻ ജസ്റ്റ് ഇട്ടത് ബ്രസീലാണ്. ബ്രസീലും അതുപോലെ തന്നെ ജപ്പാൻ പിന്നെ ടർക്കി, ഈ 3 രാജ്യങ്ങൾ ഇടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ റിവാർഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഞാൻ മറ്റേ ബ്രസീൽ ഇട്ടിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ജസ്റ്റ് എന്തിലേക്ക് കൊടുത്താൽ മതി. ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഗെയിം സ്റ്റാർട്ടായിട്ട് അതിൻ്റെ കുറച്ച് നമുക്കറിയാമല്ലോ കുറേ ഡൗൺലോഡ്സൊക്കെ കാണും. ഒരു ഡൗൺലോഡൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ സാധനമൊക്കെ വരും. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡൊക്കെ ചെയ്ത് കൊടുക്കുക. നമുക്കല്ലാതെ തന്നെ ഒരു അക്കൗണ്ടൊക്കെ കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഗെയിമിലോട്ട് തന്നെ കയറും. നമ്മൾ ഗെയിമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഒരു കളിയൊക്കെ വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ച് കൊടുക്കുക, എന്ന് പറയാൻ പെനാൽറ്റിയൊക്കെ അടിക്കുക, അല്ലാതെ വേറെ വിഷയമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബ്രസീലും ടർക്കി ജപ്പാൻ, ഈ 3 റീജിയൻ ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ബാക്കിയൊന്നും അത്രയും നോർമലി നമുക്ക് കിട്ടുന്നതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു 3 രാജ്യങ്ങൾ മാത്രമായിരിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റിവാർഡ്സും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഞാൻ പെട്ടെന്ന് അവരായിരുന്ന ടീം തന്നെ സെലക്ട് ചെയ്ത് ഇൻ്റർ മിലാൻ എടുത്ത്. നമ്മളിനി റിവാർഡ്സിലേക്ക് പോകുക. അതായത് നമുക്ക് അല്ല ഡെയിലി ഒക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് കുറേ റിവാർഡ്സ് ഉണ്ട്, മറ്റേ അല്ലാതെ സ്പിൻ ചെയ്യാനുള്ള എല്ലാം തന്നെ ഇതിനകത്ത് കാണുന്നതാണ്. അതിന് FPS ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം 60 FPS തന്നെ എനിക്കൊന്ന് വേണം, അല്ലെങ്കിൽ കളി ശരിയാകത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് 60 FPS മാറ്റി. അപ്പോൾ നമ്മളിനി മെയിനായിട്ട് റിവാർഡ്സൊക്കെ നോക്കാൻ പോകണം. റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോക്സിലാണ് മെയിനായിട്ട്. ഇത് നമ്മൾ ജസ്റ്റ് ആഡ് കണ്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് 3-4 ഓപ്ഷൻ ഉണ്ട്. 10 to 50 വരെ നമുക്ക് റിവാർഡ് കിട്ടും. അതുപോലെ തന്നെ റിവാർഡ് മീൻസ് 10 to 50 അതിലേതെങ്കിലും ഒന്ന് നമുക്ക് കോയിൻസ് കിട്ടും. അല്ലാതെ പിന്നെ നമ്മൾ GPയും പിന്നെ ട്രെയിനർ അത്രയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലൊരു ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആഡ് പോലത്തെ സാധനം വരും. അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ വിഷയമൊന്നുമില്ല. അത് നമുക്ക് അത് 2 പ്രാവശ്യമല്ല, ഓരോ മിനിറ്റ് വെച്ച് നമുക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ 2 ട്രൈ അവർ തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 1 hour കഴിഞ്ഞിട്ടോ അത്രയെല്ലാം കഴിഞ്ഞിട്ടോ അല്ല 10 മിനിറ്റോ അതിനുള്ളിൽ നമുക്ക് അടുത്ത ട്രൈക്കുള്ളതാനും അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 50 കോയിൻ അല്ല 10 വെച്ചിട്ട്. ഇതിപ്പോൾ അടുത്ത പിന്നെ എനിക്കൊരു ജസ്റ്റ് GP മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയറിനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരു കിഡിലൻ കാർഡ് വെച്ചിട്ടുണ്ട്. റോയ് കോസ്റ്റയും ഒക്കെ ഉള്ള കിഡിലൊരു എപ്പിക് പാക്ക് തന്നെയാണ്. ഇതിന് നമുക്ക് കിട്ടണമെന്ന് തന്നെ ഇല്ല, ഭാഗ്യമുണ്ടെങ്കിൽ ആ കാർഡൊക്കെ കിട്ടുക. അതായത് നല്ലൊരു പെർഫെക്റ്റ് കാർഡൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ റിവാർഡ്സ് ഒന്നുമില്ല. ഇത് ഈ രണ്ടും നല്ല ബെസ്റ്റ്, നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഈ ഒരു റീജിയൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മളെ ടർക്കിയിലും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു CR7 കാർഡൊന്ന് കറക്കി, ഒന്നും കിട്ടിയില്ല. CR7 കാർഡ് കിട്ടുമായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ റൂക്കോസ്റ്റൊക്കെ കാർഡ് നമുക്ക് അതുപോലെ തന്നെ ആഡ് കണ്ട് നമുക്ക് സുഖമായിട്ട് കറക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് സ്പിന്നായി കിട്ടും. എപ്പിക്ക് കിട്ടണമെന്നില്ല, ചിലപ്പോൾ എപ്പിക്ക് കിട്ടും, ഭാഗ്യമുണ്ട് എപ്പിക്ക് കിട്ടും, അല്ലെങ്കിൽ എപ്പിക്ക് കിട്ടത്തില്ല. അപ്പോൾ വേറെ ഈ ഫുട്ബോൾ പോയിൻസിനകത്തും ഒന്നും വേറെ പ്ലേയേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഇതാണ്
നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള 2 സാധനം. അപ്പോൾ നിങ്ങൾക്ക് ആ 3 റീജിയൻ ഏതെണ്ണം ട്രൈ ചെയ്ത് നോക്കാതാണ്. അപ്പോൾ ജപ്പാനിൽ ഇതിനേക്കാളും നമുക്ക് വേറൊരു സെറ്റപ്പിലാണ് റിവാർഡ്സ് വരുന്നത്. മറ്റേ ടർക്കിയിലും ബ്രസീലിലും ഈ ഒരു രീതിക്കാണ് നമുക്ക് റിവാർഡ്സ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കുറേ വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് സപ്പോർട്ടും ചെയ്യുക. സബ് ചെയ്യാൻ മറക്കല്ല എല്ലാവരും. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.